ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ടോട്ടനാം വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സിലാണ്. അതായത് ഈ മത്സരം തുടങ്ങുന്ന കാര്യത്തിലെ ടേബിളിൽ 14-ാം സ്ഥാനത്തും 15-ാം സ്ഥാനത്തും ഇരിക്കുന്നവർ തമ്മിലുള്ളൊരു പോരാട്ടമായിരുന്നു ഇതെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതായത് സീസണിൽ 25 മത്സരങ്ങൾ കഴിയുമ്പോൾ സ്പേഴ്സും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബോട്ടം ഹാഫ് ഓഫ് ദ ടേബിളിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഡെപ്ത് എത്രത്തോളം എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് എന്താണിത്? കളി കഴിഞ്ഞപ്പോൾ സ്പേഴ്സ് 12-ാം സ്ഥാനത്തേക്ക് ഉയർന്നു, യുണൈറ്റഡ് 15-ാം സ്ഥാനത്താണ് ഇരിക്കുന്നത്. ഡേവിഡ് മോയ്സിൻ്റെ എവർട്ടൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അത്ര തന്നെ പോയിൻറ്റ്സ് ഉണ്ട്. അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സിനാരിയോയിലാണ്. പിന്നെ ഷോൺ ഡൈഷിനെ സാക്ക് ചെയ്തിട്ട് ഡേവിഡ് മോയ്സിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് കൃത്യമായിട്ടൊരു ന്യൂ മാനേജർ ബൗൺസൊക്കെ അവിടെ പിന്നെ സംഭവിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു ന്യൂ മാനേജർ ബൗൺസും സംഭവിക്കുന്നില്ല. എത്തിഹാദിൽ ഒരു ഗ്രേറ്റ് വിക്ടറിയൊക്കെ കരസ്ഥമാക്കിയവർ, ലിവർപൂളിനെ ഞെട്ടിക്കാനൊക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ആൻഫീൽഡിൽ. പക്ഷേ ഓവറോൾ ഒരു തരത്തിലുള്ള ബൗൺസോ ചാട്ടോ തേങ്ങണോ മൂടോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അതായത് റുബൻ അമോറിം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് കടന്നു വന്നതിന് ശേഷം 14 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 14 പോയിൻറ്റ്സ് മാത്രമേ യുണൈറ്റഡ് കരസ്ഥമാക്കിയിട്ടുള്ളൂ. അത് റെലഗേഷൻ ലെവൽ സംഭവമാണ് അല്ലേ? അങ്ങനത്തെ ഒരു ഫോമാണത്. അപ്പോൾ വെറുതെ ഒന്നല്ല ആളുകൾ റെലഗേഷനെക്കുറിച്ച് സംസാരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റെലഗേറ്റായി പോകുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് മോയ്സ് 6 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 13 പോയിൻറ്റ്സ് കരസ്ഥമാക്കി. റുബൻ അമോറിം 14 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 14 പോയിൻറ്റ്സ്. ഇനി അടുത്ത മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റേത് ഗുഡിസൺ പാർക്കിലേക്കുള്ള യാത്രയാണ് ഡേവിഡ് മോയ്സിൻ്റെ എവർട്ടനെതിരെ. എളുപ്പമായിരിക്കുമോ? ഒരിക്കലും എളുപ്പമായിരിക്കില്ല. പ്രത്യേകിച്ച് ഒരു കോൺഫിഡൻസും ഇല്ലാതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോളടിക്കാൻ പറ്റുന്നില്ല, ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, പാസീവാണ് മൊത്തത്തിൽ. പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. റുബൻ അമോറിം പറയുന്നത് നമ്മൾ ട്രെയിൻ ചെയ്യും ഒരു ടീമിനെ വെച്ചിട്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ മിസ്സായി പോകും ഇഞ്ചുറിയിൽ. പിന്നെ തനിക്ക് തൻ്റെ ആ ഒരു ഫിലോസഫി അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്ലേയേഴ്സ് ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റിൽ റുബൻ അമോറിം ഒരു ബെറ്റർ ജോബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റുബൻ അമോറിമിനെ നമുക്ക് പൂർണ്ണമായിട്ടും ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ മിഡ് സീസണിലാണ് ഒരു ചെങ്ങാനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഈ ചെങ്ങായുടെ ഫിലോസഫി എന്താണെന്നുള്ളത് ചെങ്ങാനെ കൊണ്ടുവന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാമെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട്. അദ്ദേഹം ആ ഒരു ഫിലോസഫിയിൽ നിന്ന് വ്യതിചലിക്കാത്ത തരത്തിലൊരു ചെങ്ങായാണ്. അതായത് ആ ടീം നിലവിൽ അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത് റുബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടല്ലാതെ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ സമ്മറിലെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർ 200 മില്യണൊക്കെ സ്പെൻഡ് ചെയ്യുന്നു. അതിൽ എറിക് ടെൻ ഹാഗ് എന്ന് പറയുന്ന അപ്പോഴത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജറിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൈകടത്തലൊക്കെ അതിലുണ്ടായിരുന്നു, നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇനിയോസ് ചെയ്തതിന് ശേഷം, എറിക് ടെൻ ഹാഗിനെ ബാക്ക് ചെയ്തതിന് ശേഷം ആളെ മിഡ് സീസണിൽ വെച്ചിട്ട് സാക്ക് ചെയ്തിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ആൾ എറിക് ടെൻ ഹാഗിൻ്റെ ഫിലോസഫിയുമായിട്ട് ഒരു തരത്തിലും ചേർന്ന് നിൽക്കാത്ത തരത്തിലുള്ള ഒരാളാണെന്നുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അവിടെ അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ആ സ്ക്വാഡ് ബിൽഡിങ്ങിൽ വേറെയും കുറേ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ കാര്യം. അവർ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ക്വാഡിന് അനുയോജ്യമായിട്ടുള്ളൊരു, അല്ലെങ്കിൽ അതിന് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഫിലോസഫി ഉള്ളൊരു മാനേജറിനല്ലേ കൊണ്ടുവരേണ്ടത് മിഡ് സീസണിൽ. പകരം കംപ്ലീറ്റ്ലി അതിന് വിപരീതമായിട്ടുള്ളൊരു ഫിലോസഫി മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ചങ്ങായിനെ കൊണ്ടുവരുന്നു. ഇനി വേറെ ചോദ്യം, ഈ ചങ്ങായി അവിടെയുള്ള സ്ക്വാഡിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ചിലപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ടാവും, ഇതാണ് എൻ്റെ ഫിലോസഫി, ഇതിൽ നിന്ന് ഒരു പടി പിന്നെ മാറി ചിന്തിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നങ്ങളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയോസ് വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് യുണൈറ്റഡിൻ്റെ ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഗ്ലേസേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇനിയോസ് ആണല്ലോ ഈ ഫുട്ബോളിങ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ അവരെടുത്തിട്ടുള്ള പല തീരുമാനങ്ങളും പ്രശ്നങ്ങളുണ്ട്. അവർ ഈ ഡാൻ ആഷ്വർത്ത് എന്ന് പറയുന്ന ചെങ്ങായിനെ ന്യൂക്കാസിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് കുറേ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറേ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെങ്ങായിനെ സാക്ക് ചെയ്യുന്നു, മിഡ് സീസണിൽ ചെങ്ങായിനെ സാക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെയോ നടക്കുകയാണ്. പിന്നെ റുബൻ അമോറിം അങ്ങോട്ട് വന്നതിന് ശേഷം ഒബ്വിയസ്ലി അദ്ദേഹത്തിന് പ്രീ സീസണില്ല, ഓൾറെഡി അണ്ടർ പ്രഷറിലാണ് ആ ടീം ഉണ്ടായിരുന്നത്. എറിക് ടെൻ ഹാഗിനെ സാക്ക് ചെയ്യാനൊരു കാരണം ഉണ്ടായിരുന്നല്ലോ, കാരണം ടീം വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല, റിസൾട്ടുകൾ വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ്, ആൾ അഡമൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയിൽ. എന്നാൽ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായിട്ട് അദ്ദേഹത്തെ ബാക്ക് ചെയ്യാൻ
തീരുമാനിക്കുക. അതും യുണൈറ്റഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഡിഫിക്കൽട്ടാണ് വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ആക്ട് ചെയ്യാൻ. പക്ഷേ സ്റ്റിൽ ഇമ്പോസിബിൾ ഒന്നുമല്ല. അപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെയാണ് ആക്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ സമ്മറിലേക്കായിരിക്കും കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെയുള്ള എല്ലാ പണിക്കാരെയും അവന്മാർ സാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ക്യാൻറ്റീനിലെ പണിക്കാരെ വരെ അവന്മാർ സാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇനിയോസിൻ്റെ ഈ കോസ്റ്റ് കട്ടിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ പുറകിൽ നടക്കുന്നുണ്ട്. അതിനെതിരെ ഫാൻസിൻ്റെ രോഷവും കാര്യങ്ങളൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ അൽക്കുൽത്ത് പണ്ടാറമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും റുബൻ അമോറിം അവിടെയുള്ള ആ ഒരു സ്ക്വാഡിനെ വെച്ചിട്ട് ബെറ്ററായിട്ട് ഈ ടീമിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ അതാണ് പറയുന്നത്, റുബൻ അമോറിമിനും ബ്ലെയിം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മത്സരത്തിലെ സെറ്റപ്പ്, ഈ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ, അത് വളരെ അബദ്ധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഇതിൽ സ്പേഴ്സ് അത്ര ടോപ്പായിട്ടൊന്നും കളിച്ചിട്ടൊന്നുമില്ല. യുണൈറ്റഡ് ചാൻസുകൾ മൊമെൻറ്റ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ മത്സരം നമ്മൾ കണ്ടതുള്ളത് തന്നെയാണ്. പക്ഷേ ഓവറോൾ യുണൈറ്റഡിൻ്റെ സെറ്റപ്പ് വളരെ മോശമായിരുന്നു. ആ മിഡ്ഫീൽഡിൽ സ്പേഴ്സിന് ഏക്കർ കണക്കിന് സ്പേസ് ഉണ്ടായിരുന്നു. എന്താ സെൻറ്റിന് വില എന്ന് ചോദിച്ച് നടക്കുകയായിരുന്നു അവിടെ മാഡിസൺ. ആ മിഡ്ഫീൽഡിൽ അത്രയും സ്പേസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ അതായിരുന്നു യുണൈറ്റഡിൻ്റെ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. അവർ ഓഫ് ദ ബോൾ ഒരു 5-3-2 ആകും, ചിലപ്പോൾ 5-2-3 ഓഫ് ദ ബോൾ. പിന്നെ അവർ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യും. സ്പേഴ്സ് ആണെങ്കിൽ അവരുടെ മിഡ്ഫീൽഡിൽ ഇപ്പോൾ ബെർഗ്വാൽ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ബെൻറ്റക്കൂർ ഉണ്ടായിരുന്നു. മാഡിസൺ 10 റോളിൽ നിന്ന് മിഡ്ഫീൽഡിലേക്ക് താഴോട്ട് ഇറങ്ങി വരും. പെഡ്രോ പോറോ ഇൻവേർട്ട് ചെയ്യും ആ ഒരു റൈറ്റ് ബാക്കിൽ നിന്ന്. അങ്ങനെ അവിടെ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിനെ ഔട്ട് നമ്പർ ചെയ്യാൻ പിന്നെ സ്പേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡബിൾ പിവോട്ടിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് കസമീറോയും ബ്രൂണോ ഫെർണാണ്ടസുമാണ്. ഇതിന് കാരണം വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉഗാർത്തേക്ക് ഇഞ്ചുറിയാണ്, മെയിനിന് ഇഞ്ചുറിയാണ്. അമാതിരി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അമാതിരി എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ മരുഭൂമിയിൽ എന്തെങ്കിലും തരത്തിലൊരു പച്ചപ്പ് കൊണ്ടുവരുന്ന ഒരു ചങ്ങായിയായിരുന്നു. ആ ചങ്ങായിനെയും സീസൺ മൊത്തത്തിൽ ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ് ഈ ചങ്ങനെ സംബന്ധിച്ചിടത്തോളം, അമോറിമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ കോലിയർ കുറച്ച് എനർജിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന തരത്തിലുള്ള ചങ്ങായിയാണ്. പുള്ളിക്കാരനും ഇഞ്ചുറിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇൽനെസ്സും ഇഞ്ചുറിയും, എറിക്സനും ഇൽനെസ്സാണ്. അങ്ങനെ ഇഞ്ചുറിയും ഇൽനെസ്സും ഒരേ സമയത്ത് യുണൈറ്റഡിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് കസമീറോയെ 2 മാസത്തിന് ശേഷം പ്രീമിയർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കസമീറോയുടെ കൂടെ ബ്രൂണോ, ഈ ബ്രൂണോക്ക് വേറൊരു പണി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് റൈറ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് സെർക്സിയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, ലെഫ്റ്റ് സൈഡ് നമ്പർ 10 ആയിട്ട് ഗർനാച്ചോ, സ്ട്രൈക്കറായിട്ട് ഹോയിലുണ്ട്. അതാണ് ഫ്രണ്ട് 3. വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് അത് വേറെ കാര്യം കേട്ടോ. കാരണം ബെഞ്ചിൽ 8 അക്കാഡമി പ്ലേയേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ലിൻഡലോഫും, അതായത് ലിൻഡലോഫും പിള്ളേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അതായിരുന്നു ആ ബെഞ്ചിലെ അവസ്ഥ ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാൽ പോലും ഈ ടീം കുറച്ച് ചാൻസുകൾ മൊമെൻറ്റ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബ്രൂണോയുടെയും കസമീറോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കസമീറോയെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ കസമീറോയെ അനായാസമായിട്ട് സ്പേഴ്സ് ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ലെഗ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ശരിയായിട്ടുള്ള സംഭവം തന്നെയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ടോപ്പ് ടീമിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഷേപ്പിലല്ല ചങ്ങായി ഇരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ സ്റ്റിൽ ഈ മത്സരത്തിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിലെ ഷേപ്പാണ് കംപ്ലീറ്റ്ലി കസമീറോയെ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഒരു സിംഗിൾ മാൻ മിഡ്ഫീൽഡായിട്ട് പലപ്പോഴും അതേ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അഗെയിൻസ്റ്റ് കുറേ സ്പേഴ്സിൻ്റെ പ്ലെയേഴ്സുമായിട്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് സിസ്റ്റത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഈ ബ്രൂണോ ഫെർണാണ്ടസ് എന്താണ് ഈ സെർക്സിക്ക് പ്രസ്സിങ് സപ്പോർട്ട് കൊടുക്കാനായിട്ട് റൈറ്റിലേക്ക് കുറേ അങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് അവിടെ ഇഷ്ടം പോലെ ഗ്യാപ്പാണ്. അപ്പോൾ അങ്ങനെ ഈ കസമീറോ മാത്രമുള്ള ആ ഒരു മിഡ്ഫീൽഡ് നമ്മൾ കാണുകയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മാഡിസനൊക്കെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. അതാണ് നമ്മൾ കണ്ടത് ഈ മത്സരത്തിൽ. അപ്പോൾ ഇതിൽ തന്നെ പിന്നെ ഈവൻ ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം ആൾ ടാക്കിളുകൾ അങ്ങനെ കാര്യമായിട്ട് വിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഇൻ്റർസെപ്ഷൻസ് കാര്യമായിട്ട് വിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ഡിസ്റ്റൻസ് കൂടുതലായിരുന്നു. ഒപ്പം ആളത്ര കംഫർട്ടബിൾ അല്ല ആ ഒരു പിവോട്ട് റോൾ കളിക്കാനായിട്ട്. പക്ഷേ അദ്ദേഹം എന്തൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് ബ്ലെയിം ചെയ്യില്ല. കാരണം അത് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. അങ്ങനെ ഈ ഒരു മിഡ്ഫീൽഡിൽ ഡോമിനൻസ് സ്പേഴ്സിന് എടുക്കാൻ സാധ്യമായിരുന്നു. യുണൈറ്റഡിൻ്റെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മഗ്വയറാണ് ആ CCB ആയിട്ടുണ്ടായിരുന്നത്. RCB ആയിട്ട് നമ്മുടെ മസറാവി, LCB ആയിട്ട് ഡെലിക്റ്റ്, ലെഫ്റ്റ് വിങ് ബാക്കായിട്ട് ഡോഗു, റൈറ്റ് വിങ് ബാക്കായിട്ട് ഡിയേഗോ ഡാലോ വൺസ് അഗെയിൻ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുകയാണ്. പിന്നെ മിഡ്ഫീൽഡിൽ ഡബിൾ പിവോട്ടിൽ നമ്മുടെ ഈ 2 ചങ്ങായിമാർ. പിന്നെ ഫ്രണ്ട് 3യെ കുറിച്ച് ഞാൻ സംസാരിച്ചു കഴിഞ്ഞു. സ്പേഴ്സിൻ്റെ ലൈനപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ മിഡ്ഫീൽഡിൽ ആരൊക്കെയായിരുന്നു ഞാൻ സംസാരിച്ചാണ്. ഡിഫൻസിൽ പിന്നെ ഡാൻസോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബെൻ ഡേവിസിനൊപ്പം. ജെഡ് സ്പെൻസ്
ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ കളിക്കുന്നു, പെഡ്രോ പോറോ റൈറ്റ് ബാക്ക് ആയിട്ട്, പിന്നെ കുലസേവ്സ്കിയും മാറ്റിയാസ് ടെല്ല് ഫോർവേഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സോണ് ലെഫ്റ്റ് വിങ്ങിൽ, മാഡിസൺ റോം ചെയ്ത് കളിക്കുന്ന ഒരു സിനാരിയോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ ഒരു 10 റോളിൽ. അപ്പോൾ ഇതിൽ തന്നെ ഈ സ്പേഴ്സ് വളരെ ക്ലെവറായിട്ടൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഈ യുണൈറ്റഡിൻ്റെ ഡിഫൻസിനെ താഴോട്ട് തന്നെ ഇറക്കി നിർത്താനായിട്ട് ഒരു 2-3 പ്ലേയേഴ്സിനെ അവിടെ പിന്നെ ക്യാമ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഈ യുണൈറ്റഡിൻ്റെ ഡിഫൻസിൽ നിന്ന് ആർക്കും ആ ഒരു മിഡ്ഫീൽഡിലേക്ക് കയറിയിട്ട് അവിടെ ഒരു എക്സ്ട്രാ നമ്പർ കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണ്, ഈ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു അറ്റാക്കിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു പ്രസൻസ് ഉണ്ടായിരുന്നില്ല. ബ്രൂണോ എന്തെങ്കിലുമൊക്കെ ചെയ്താലായി എന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു ലിങ്ക് പരിപാടി നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ സെർക്സി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലക്ഷറി പ്ലെയർ പോലെയാണ് കളിക്കുന്നത്. ഓഫ് ദ ബോൾ ഒന്നുമില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ പ്രസ് ചെയ്യാനായിട്ട് ബ്രൂണോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെർക്സിയുടെ കാലുമായി ബോൾ കിട്ടുമ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സൈഡിൽ കുറച്ചെങ്കിലും ഒരു ടെക്നിക്കൽ എബിലിറ്റി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് സെർക്സിയാണ്. പക്ഷേ അഗെയിൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ബോൾ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു ഹെഡഡ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മസറാവിയുടെ ക്രോസ് സെക്കൻഡ് ഹാഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രോസ് അത് ഹെഡ് ചെയ്ത് ഗോളാക്കണം, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അത് അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റിയില്ല. പക്ഷേ നട്ട്മേക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ സിൽക്കി ആയിട്ട് ഓൺ ദ ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വല്ലപ്പോഴേ ബോൾ കിട്ടുന്നുള്ളൂ. യുണൈറ്റഡ് സംബന്ധിച്ചോളം ഫസ്റ്റ് ഹാഫിൽ 34% പൊസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സീസണിൽ ഏറ്റവും കുറവ് ഫസ്റ്റ് ഹാഫിലെ പൊസിഷൻ യുണൈറ്റഡിന് ഉണ്ടായിട്ടുള്ളത് ഈ മത്സരത്തിലാണെന്നുള്ള കാര്യമാണ്. ഈ സ്പേഴ്സ് ആണെങ്കിൽ ലോ കോൺഫിഡൻസിൽ കളിക്കുന്ന ഒരു സൈഡാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മാത്രമല്ല അവർ ലീഗിൽ ക്ലീൻ ഷീറ്റുകളൊക്കെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ അവർക്ക് അതും നേടാൻ സാധിച്ചു. കഴിഞ്ഞ മത്സരത്തിലും ബ്രെൻഫോർഡിനെതിരെ പ്രീമിയർ ലീഗിൽ അവർക്ക് ക്ലീൻ ഷീറ്റൊക്കെ കരസ്ഥമാക്കാൻ സാധിച്ചു. പക്ഷേ അവർ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സൈഡാണ്. ആ സൈഡിനെതിരെ പോലും യുണൈറ്റഡിന് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമാണത്. ഇപ്പോൾ സ്പേഴ്സിൻ്റെ ഡിഫൻസിൽ ഡാൻസൊക്കെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ആൻജയ്ക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും. പിന്നെ സ്പെൻസ് ശരിക്കും ഡിയേഗോ ഡാലോനെയും അതുപോലെ തന്നെ മസറാവിനെയൊക്കെ ഡെങ്കറാക്കിയിട്ടുണ്ടായിരുന്നു. സ്പെൻസ് സത്യം പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കളിക്കേണ്ട ചങ്ങയാണ്. പക്ഷേ ആ ലെഫ്റ്റ് സൈഡിൽ കളിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ എനർജിയും അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയും ഒക്കെ യുണൈറ്റഡിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് നമുക്ക് മത്സരത്തിലൂടെ നീളം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യുണൈറ്റഡ് 5 ഡിഫൻഡർമാരെ വെച്ചിട്ടും അവർക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നില്ല. 5 ഡിഫൻഡർമാരും പ്ലസ് 2 ഡിഫൻസീവ് മിഡ്ഫീൽഡർമാർ. ടെക്നിക്കലി ബ്രൂണോ ഫെർണാണ്ടസ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ല, ഓക്കെ, കസമീറോ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണല്ലോ. അപ്പോൾ അങ്ങനെ 6 ഡിഫൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ഇവന്മാർക്ക് ഡിഫെൻഡ് ചെയ്യാനും പറ്റുന്നില്ല. ഈ 6 ഡിഫൻസീവ് മൈൻഡഡ് പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് ഇവന്മാർക്ക് അറ്റാക്കും ചെയ്യാൻ പറ്റുന്നില്ല. മൊമെൻറ്റ്സിൽ ത്രട്ടൻ ചെയ്തിട്ടുണ്ട്, കൗണ്ടർ അറ്റാക്കിലൊക്കെ ത്രട്ടനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് വേവ് ആഫ്റ്റർ വേവ് അറ്റാക്കുകൾ, അതും ഈ കോൺഫിഡൻസിൽ ലോയിലിരിക്കുന്ന സ്പേഴ്സിന് നടത്താൻ സാധിക്കില്ല. അതിന് മറ്റൊരു കാരണം യുണൈറ്റഡിനും കോൺഫിഡൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫൺ ഗെയിമായിരുന്നു ന്യൂട്രൽസുകളെ സംബന്ധിച്ചിടത്തോളം, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പെയിൻഫുൾ ഗെയിമായിരുന്നു ഒരു യുണൈറ്റഡ് ഫാനെ സംബന്ധിച്ചിടത്തോളമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ടാക്റ്റിക്കലി പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഗർനാച്ചോയുടെയൊക്കെ ഒരു സെൽഫിഷ്നെസ്. 20 വയസ്സ് മാത്രമേ പറയുള്ളൂ. ഈ 20ാമത്തെ വയസ്സിൽ തന്നെ അറ്റാക്കിൻ്റെ ഒരു ബേർഡനൊന്നും ഈ ചെങ്ങയുടെ തലയിൽ കൊണ്ടിടാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതിപ്പോൾ ചെൽസിയുടെ റിവ്യൂ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. യങ് ഫുട്ബോളേഴ്സിൻ്റെ തലയിൽ ബേർഡൻ കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ ഇവന്മാർ മിസ്റ്റേക്കുകൾ വരുത്തി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രായമാണ്, ഒരു സമയമാണ്. പക്ഷേ അണ്ടർ പ്രഷറിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മത്സരം കഴിയുമ്പോൾ. കാരണം എന്ന് വെച്ചാൽ ക്രിറ്റിസിസം നേരിടും. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിൽ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫൈനൽ തേർഡിലെ എൻഡ് പ്രൊഡക്റ്റിന് പ്രശ്നമുണ്ട്. ഈവൻ ഡോഗുവിൻ്റെ റണ്ണുകൾ ചാനലിലൂടെയുള്ള ഓവർലാപ്പിംഗ് റണ്ണുകളൊന്നും അദ്ദേഹം ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം മൊത്തത്തിൽ എങ്ങനെയും ഒറ്റയ്ക്ക് ഒരു ഗോൾ കണ്ടെത്താനുള്ള ശ്രമമൊക്കെയായിരുന്നു അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബെറ്റർ ടീം പ്ലേ നമുക്ക് അല്ലെങ്കിൽ ലിങ്ക് പ്ലേ നമുക്ക് ഗർനാച്ചോയുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഡോർഗു ഓവർലാപ്പിംഗ് റണ്ണൊക്കെ നടത്തുമ്പോൾ അദ്ദേഹത്തിനെ കംപ്ലീറ്റ്ലി ഈ ചങ്ങായി ഇഗ്നോർ ചെയ്യുന്നതാണ് നമുക്ക് മത്സരത്തിന് മൊത്തം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അദ്ദേഹത്തിന് വീട് കിട്ടിയ ഫസ്റ്റ് ഹാഫിലെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ഗോളാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെയെന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. സെർക്സി ഗോൾ അടിക്കില്ല. ഹോയ്ലുണ്ടിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമില്ല. അതായത് പിന്നെ മാൻ സിറ്റിയുടെ റിവ്യൂ പറഞ്ഞിട്ടുള്ള സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എഡേഴ്സൺ ഹോയ്ലുണ്ടിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ നടത്തിയിട്ടുണ്ട്. എഡേഴ്സൺ ഗോൾ കീപ്പറാ, ഹോയ്ലുണ്ട് സ്ട്രൈക്കറാ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ ആ ഒരു ഡെപ്ത്ത്, അത് എത്രത്തോളം ഒരു എംബാരസിങ് ആയിട്ടുള്ള സംഭവമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയത്. ആ രീതിയിൽ ഗോളടിക്കാനറിയാത്ത
സ്ട്രൈക്കർ, നമ്പർ 10 പിന്നെ എന്താ ചെയ്യുക? ഇങ്ങനെ പറയുമ്പോഴും വേറൊരു കാര്യം പറയാനുള്ളതേ, ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം എബിലിറ്റി ഇല്ലാത്ത പ്ലെയേഴ്സൊന്നും അല്ലല്ലോ, പൊട്ടൻഷ്യലുള്ള പ്ലെയേഴ്സാണല്ലോ. അതായത് ഇപ്പോൾ ഈവൻ റാഷ്ഫോർഡും ഏർലി സൈൻസ് നല്ലതാണ് ആസ്റ്റൺ വില്ലയിൽ അല്ലേ. പക്ഷേ മെയിൻ മാൻ, നമ്മുടെ ഹെഡ്ലൈൻ മേക്കർ ഇപ്പോൾ ആൻ്റണിയാണ്. എന്നാടാ ഊവേ അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നേ? എന്നാ പെർഫോമൻസ് ആടെ, അമ്മാതിരി കാണിച്ചു കൂട്ടലല്ലേ. എന്താ അത്, മാൻ ഓഫ് ദ മാച്ച് അവാർഡുകൾ വാരിക്കൂട്ടുന്നു, ഗോളുകൾ നിരന്തരം അടിക്കുന്നു, അതിൽ തന്നെ എമ്മാതിരി ഫിനിഷാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ചങ്ങായി പുൾ ഓഫ് ചെയ്തിട്ടുള്ളത് വോളി ഫിനിഷ്. വാവ്, എക്സ്ട്രാ ഓർഡിനറി ഫിനിഷ്. അപ്പോൾ ചോദ്യം ബാക്കി നിൽക്കുകയാണ്, എന്തുകൊണ്ടാണ് ഉമ്മാർക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ പറ്റാത്തതുള്ളത്? ഒന്ന് എന്താണ്, കൾച്ചർ, എൻവയോൺമെൻറ്റ്, സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്ലേയേഴ്സിന് ഡെലിവറി ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം, ഈ സ്മോൾ പോണ്ടിൽ വലിയ ഫിഷാകുന്നതും വലിയ ഒരു സാമ്രാജ്യത്തിൽ ചെന്നിട്ട് അവിടെ വെച്ച് പെർഫോം ചെയ്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. മാത്രമല്ല യുണൈറ്റഡിലെ കൾച്ചറിൽ പ്രശ്നമുണ്ട്, അവിടുത്തെ എൻവയോൺമെൻറ്റിൽ പ്രശ്നമുണ്ട്, ടോക്സിക് ആയിട്ടുള്ള സിനാരിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു സ്റ്റേബിൾ എൻവയോൺമെൻ്റ് ഒന്നുമല്ല, അതൊക്കെ നമുക്കറിയുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രഷർ അത് ഭീകരമാണ്, അതിഭീകരമാണ് അല്ലേ. അവിടെ ഡെലിവറി ചെയ്യൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചില പ്ലേയേഴ്സിനൊക്കെ സംബന്ധിച്ചിടത്തോളം ആ പ്രഷർ എടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്ലേയേഴ്സാണ്. അപ്പോൾ ഈവൻ ആൻ്റണിയുടെ കാര്യം, ആൻ്റണി യുണൈറ്റഡിൽ വന്ന സമയത്ത് മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അങ്ങോട്ട് പിന്നെ മങ്ങിപ്പോയത്, കംപ്ലീറ്റ്ലി മങ്ങിപ്പോയിട്ട് പിന്നെ ഒന്നും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഷാക്കിൾസ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അവസരമായിരുന്നു. അത് ചങ്ങായി 2 കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഇനിയും ബെറ്റിസിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ലോൺ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പെർഫോമൻസ് നമുക്കറിയില്ല. തുടക്കം നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്, ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവന്മാരൊക്കെ പെർഫോം ചെയ്യുമോ എന്നുള്ളത്. യുണൈറ്റഡിൽ കളിക്കുന്നതിൻ്റെ ആ ഒരു സ്ക്രൂട്ടിനി വേറെയാണ്, മീഡിയ അറ്റൻഷൻ വേറെയാണ്, ഡിമാൻഡ്സ് വേറെയാണ്. പിന്നെ ആ ഒരു പ്രൈസ് ടാഗിൻ്റെ വലിയൊരു ഭാരം അദ്ദേഹത്തിൻ്റെ തലയിലുണ്ടായിരുന്നു. അത് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ, ഇതൊക്കെ പ്ലേയേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്നവരാണ്. ഇതൊരു മെൻ്റൽ ഗെയിം കൂടിയാണല്ലോ. നമ്മൾ പിന്നെ എല്ലാ പ്ലേയേഴ്സും ചിലപ്പോൾ പ്രഷറൊന്നും അങ്ങോട്ട് ഊർജ്ജമായിട്ട് ഏറ്റെടുക്കാൻ പറ്റി എന്ന് വരില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ എൻവയോൺമെൻറ്റ് ഒരു പ്രശ്നമാണ്. യുണൈറ്റഡിൽ അത്ര നല്ലൊരു എൻവയോൺമെൻ്റ് അല്ല, അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻവയോൺമെൻ്റ് അല്ല, യങ് പ്ലേയേഴ്സിനൊന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എൻവയോൺമെൻ്റ് അല്ല. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അവിടെ ആൻ്റണിക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ല. ഇവിടെയും ബെറ്റിസിലും അതിന് തുടരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. ഏർലി സൈൻസ് നല്ലതാണ് അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് പുറത്തു പോയാൽ ചിലപ്പോൾ പെർഫോം ചെയ്യുമായിരിക്കും, നമുക്കറിയില്ല. അത് നമുക്കറിയാത്തൊരു കാര്യമാണത്. ഇനി ഇതിനെയൊക്കെ ചില ആളുകളൊക്കെ ലാലീഗ ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് ലാലീഗ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ്. അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, മിണ്ടാണ്ടിരിക്കുക നല്ലത്. ലാലീഗ കാണാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. ലാലീഗയുടെ ക്വാളിറ്റി എന്താണെന്നത് അറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ലാലീഗയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. ലാലീഗൊക്കെ അടിപൊളി ലീഗാണ്, ടെക്നിക്കലി സൂപ്പർബാണ്. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെങ്ങനെയാണ് ഗോളടിക്കുന്നത്? അവർ ഗോളടിക്കുന്നത് 13ാമത്തെ മിനിറ്റിലാണ്. അപ്പോൾ അതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ അതിൽ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുള്ളത് നമ്മുടെ കസമീറോയുടെ ആ ഒരു മിസ്റ്റേക്കാണ്. ഇവിടെ അദ്ദേഹത്തെ ഈസിലി ബീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്താണ് അവിടെ ആദ്യം സംഭവിക്കുന്നത് വെച്ചാൽ, സോണ് സ്വിച്ച് ഓഫ് പ്ലേ നടത്തിയിരിക്കുകയാണ്. ലെഫ്റ്റിൽ നിന്ന് ബോൾ റൈറ്റിലേക്ക് കൊടുക്കുന്നു, പെഡ്രോ പോറോയിലേക്ക് കൊടുക്കുന്നു. പെഡ്രോ പോറോ അത് മാഡിസന് കൊടുക്കുമ്പോൾ മാഡിസൺ സ്ലോ മോഷനിലാണ് അടുത്ത പാസ് പിക്ക് ചെയ്യുന്നത്. പെഡ്രോ പോറോ ഒന്ന് ഇൻസൈഡിലേക്ക് വന്നുള്ള സാഹചര്യത്തിൽ പെഡ്രോ പോറോയ്ക്ക് തന്നെ മാഡിസൺ കൊടുക്കുന്നു. അദ്ദേഹത്തെ ആരും പ്രസ് ചെയ്യുന്നൊന്നുമില്ല, ഇങ്ങനെ ഡീപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെഡ്രോ പോറോയിലേക്ക് ബോൾ എത്തുമ്പോൾ പെഡ്രോ പോറോയുടെ അടുത്ത് അല്ലെങ്കിൽ പെഡ്രോ പോറോയെ ടാക്കിൾ ചെയ്യാൻ ശ്രമം നടത്തുന്നുണ്ട് നമ്മുടെ കസമീറോ. ആളിനെ ഈസിലി ബീറ്റ് ചെയ്ത് പോവാണ്. ആരെയാണ് ഒരു കാലത്ത് ആരായിരുന്നു കസമീറോ? വളരെ ഈസിലി പെഡ്രോ പോറോ ചങ്ങനെ ബീറ്റ് ചെയ്ത് പോകുന്നു. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ബോൾ കൊടുക്കുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ പ്ലേയേഴ്സ് ബോക്സിലുണ്ട്. നമുക്കറിയാം ഓൾറെഡി 5 ഡിഫൻഡർമാരുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ ഈ മസറാവിയുടെ ആളാണ് ടെല്ലുണ്ടായിരുന്നത്. മസറാവി ടെല്ലിനെ നോക്കാതെ ടെല്ലിനെ മാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നത് ഡാലോ ആണ്. അവിടെ ബോക്സിൽ സോണ് ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഡാലോയുടെ ആളുണ്ടായിരുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രശ്നമാണ്. വെറുതെ കുറേ ഡിഫൻഡർമാരോട് നിൽക്കുകയാണ്, ആരെയും മാർക്ക് ചെയ്യാണ്ട് ബോൾ വാച്ചിങ് ആയിട്ട്. അങ്ങനെ സോണൊരു വോളി അറ്റംപ്റ്റ് നടത്തുന്നു. ആ ക്രോസ് വന്നുള്ള സിനാരിയോയിൽ അത് ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ബോക്സിൽ തന്നെ നിൽക്കുന്ന ബെർഗ്വാലിലേക്ക് വന്ന് വീഴാണ്. ബെർഗ്വാലിനെ ആരും അങ്ങോട്ട് ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. 6 or 7 യുണൈറ്റഡ് പ്ലേയേഴ്സ് ഉണ്ട് ആ ബോക്സിൽ എന്നുള്ള കാര്യം ഓർക്കണം. അതാണ് ഇവിടെ എടുത്തു വേണ്ട സംഭവം. ഇവന്മാരൊക്കെ എന്ത് തേങ്ങയാണ് ചെയ്യുന്നതാണ്, ഉറങ്ങിപ്പോയിട്ടുണ്ടാവും, ഒരു പിടുത്തമില്ല. ബെർഗ്വാലിൻ്റെ അത്ര നല്ലൊരു അറ്റംപ്റ്റ് അല്ല, അദ്ദേഹം അറ്റംപ്റ്റ് നടത്തുന്നു,
ഒനാന സേവ് ചെയ്യുന്നു. പക്ഷേ അഗെയിൻ ഒനാന അത് ബെറ്ററായിട്ട് തട്ടി മാറ്റണമായിരുന്നു. നേരെ തട്ടി മാറ്റുന്നത് മാഡിസൻ്റെ കാലുകളിലേക്കാണ്. അവിടെ മാഡിസനെ ഒരുത്തരും കണ്ടുപോയിട്ടില്ല. കാരണം സ്വപ്നം കണ്ട് കിടക്കുകയാണല്ലോ അവിടെ ഉള്ള യുണൈറ്റഡിൻ്റെ പ്ലേയേഴ്സ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 6-7 പ്ലേയേഴ്സ് ആ ബോക്സിൽ ക്യാമ്പ് ചെയ്തിരിക്കുന്നുണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ ഒരുത്തനും അവിടെ മാഡിസനെ കണ്ടില്ല, ഒരുത്തനും ബർഗ്വാലിനെ കണ്ടില്ല, ഒരുത്തനും സോണിനെ കണ്ടില്ല. ഇതെന്ത് ഡിഫെൻഡിങ് ആണ്? അങ്ങനെ മാഡിസൺ ഈസി ഫിനിഷ് നടത്താണ് നമ്മൾ കണ്ടത്. ടാപ്പിൻ ഫിനിഷാണ്, ടാപ്പിൻ സാധനം. മാഡിസൺ ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്ന മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കുന്നു. അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 13ാമത്തെ മിനിറ്റിൽ. ആ ഒരൊറ്റ ഗോളിലാണ് സ്പേഴ്സ് വിജയിച്ചിട്ടുള്ളത്. അതിന് മുമ്പ് യുണൈറ്റഡിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചാനലുകളിലേക്കുള്ള റണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് ഈ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ. അപ്പോൾ ആ രീതിയിൽ ലോങ് ബോളുകൾ കൊടുക്കും, സ്ട്രൈക്കർ ചാനലിലേക്ക് റൺ ചെയ്യണം. മഗ്വയറിൻ്റെ ഒരു ലോങ് ബോൾ അതിലേക്ക് ഹോയിലുണ്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോയിലുണ്ട് റൺ ചെയ്തിട്ട് ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് നമ്മൾ കണ്ടു. അത് വിക്കാരിയോ സേവ് ചെയ്യുന്നു. വിക്കാരിയും ഇഞ്ചുറിയും തിരിച്ചു വന്നത് സ്പേഴ്സ് സംബന്ധിച്ചോളം ഒരു ബൂസ്റ്റാണ്. കിൻസ്കി മോശമില്ലാത്ത രീതിയിൽ പണിയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ വിക്കാരിയോ ബെറ്റർ ഷോട്ട് സ്റ്റോപ്പർ കൂടിയാണ്. വിക്കാരിയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. അദ്ദേഹം അത് സേവ് ചെയ്യുന്നു. അത് യുണൈറ്റഡ് തന്നെ എങ്ങനെയോ റീസൈക്കിൾ ചെയ്തിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് കൊടുക്കുകയാണ്. ഗർണാച്ചോ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റ് വിക്കാരിയോ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത സാധനം ബോക്സിൽ തന്നെ വന്ന് വീഴാണ്. അവിടെ ഡാലോയിലേക്കാണ് വന്ന് വീണ്ടായിരുന്നത്. ഡാലോയുടെ അറ്റംപ്റ്റ് അത് ഗോൾ ലൈൻ ക്ലിയറൻസ് നടത്തണം. ഇത് സ്പേഴ്സ് ഗോൾ അടിക്കുന്നതിന് മുമ്പ് സംഭവിച്ചിട്ടാണ്. പിന്നെ ഇത്തരത്തിലുള്ള ചാനൽ റണ്ണുകളോ ഇത്തരത്തിലുള്ള ലോങ് ബോളുകളോ നമുക്ക് കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതാണ് ഹോയിലുണ്ട് ഒരു വില്ലിങ് റണ്ണറൊക്കെ തന്നെയാണ്. പക്ഷേ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്ക് അതിന് വന്ന് കാണാൻ പറ്റുന്നില്ല. കാര്യമായിട്ടുള്ള പിന്നെ ഇൻസൈസീവ് ലോങ് ബോളുകൾ യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം സ്പേഴ്സിൻ്റെ ഡിഫൻസിന് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യാനൊന്നും വലിയ തോതിൽ ഫസ്റ്റ് ഹാഫിലൊന്നും യുണൈറ്റഡിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഈ ഗർണാച്ചോയുടെ ചാൻസ് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. 23ാമത്തെ മിനിറ്റിലാണ്. അപ്പോൾ അത് പിന്നെ അവിടെ 1-2 ഏരിയൽ ഡ്യൂലുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിൻ ചെയ്യുന്നുണ്ട്. ഡാലോ ഒരെണ്ണം വിൻ ചെയ്യുന്നു, പിന്നെ ബ്രൂണോ ഒരെണ്ണം വിൻ ചെയ്യുന്നു. കസമീർ വന്നിട്ട് പിന്നെ ബ്രൂണോ കൊടുക്കുന്നു. ബ്രൂണോ നല്ല പാസ്സാണ് അവിടെ പിക്ക് ചെയ്തിട്ടുള്ളത്. ഗർണാച്ചോ ബോക്സിന് ലെഫ്റ്റ് സൈഡിൽ പിക്ക് ചെയ്യുന്നു. ഫാന്റാസ്റ്റിക് പാസ്സാണ് അവിടെ ബ്രൂണോ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഗർണാച്ചോ സംബന്ധിച്ചിടത്തോളം മിനിമം ടാർഗറ്റിലേക്ക് അടിക്കണം. ഒരു കമ്പോഷറും ഇല്ലാതെ ചങ്ങായി സിക്സർ അടിച്ച് പറത്തിക്കളയുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അത് അപ്പുറത്തെ വീട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്മാതിരി അടി അടിച്ചു. അതാണ് പറയുന്നത്, യങ് പ്ലെയറാണ്, ആ കമ്പോഷറില്ല. ഈ ചങ്ങാനെയാണ് ചെൽസി സൈൻ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് വേറെ കാര്യം. അതായത് ഓൾറെഡി കമ്പോസർ ഇല്ലാത്ത കുറേ എണ്ണം ഉണ്ട് അവിടെ. അതിൻ്റെ ഇടയിലേക്ക് ഈ ചങ്ങായിനെ കൂടി ആഡ് ചെയ്യാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ചങ്ങായിമാർ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ചങ്ങായി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാഡിസണിൽ ഒരു ത്രൂ ബോൾ നമ്മൾ കണ്ടായിരുന്നു, സോണിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോണിന് ലെഫ്റ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള സോണിൻ്റെ ആ ഒരു ത്രൂ ബോൾ. അതിന് ശേഷം സോൺ അത് കട്ട് ബാക്ക് ചെയ്തിട്ട് ടെല്ലിന് കൊടുക്കുന്നു. ടെല്ലിൻ്റെ അറ്റംപ്റ്റ് ആരും അദ്ദേഹത്തിന് ക്ലോസ് ഡൗൺ ചെയ്തില്ല. കാരണം നമുക്കറിയാലോ, ഞാൻ ഒന്നും പറയുന്നില്ല. അത് ഒനാന സേവ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ഹാഫിലെ സംഗതികളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേ അറ്റംപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ട് സൈഡുകളും എൻ ടു എൻ സ്റ്റഫുകളൊക്കെ ചില സാഹചര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ സ്പെൻസ് മസറാവിനെ ട്വിസ്റ്റ് ചെയ്ത് കൊന്നു കളഞ്ഞിട്ടുള്ള, നിലച്ചക്രാക്കി കളഞ്ഞിട്ടുള്ള ഒരു സിനാരിയോയിൽ അദ്ദേഹം പിന്നെ ടെല്ലിനെ പിക്ക് ചെയ്യുന്നു. ആ ക്രോസ് വന്നിട്ടുള്ള സാഹചര്യത്തിൽ കുലസേവ്സ്കിയുടെ ഒരു ഫ്ലിക്ക് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ടെല്ലിലേക്ക് എത്തുമ്പോൾ ടെല്ലിന് അഗെയിൻ കമ്പോസർ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിനിഷ് ആകാശത്തേക്ക് പോകുന്നൊരു സിനാരി നമ്മൾ കണ്ടു. അതേപോലെ തന്നെ സേർക്സിയുടെ ത്രൂ ബോൾ ഉണ്ടായിരുന്നു ഗർണാച്ചോ കൊടുത്തുള്ളത്. ഗർണാച്ചോ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലൂടെ റൺ ചെയ്തിട്ടുള്ള സിനാരിയോയിൽ ബ്യൂട്ടിഫുൾ ത്രൂ ബോളാണ് സേർക്സി കൊടുത്തുള്ളത്. ഗർണാച്ചോയുടെ അറ്റംപ്റ്റ്, റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള അറ്റംപ്റ്റ് വിക്കാരിയോ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്നുള്ള ക്രോസ് ബോക്സിലേക്ക് വരുമ്പോൾ ഡാൻസോ അത് ഹെഡർ വിൻ ചെയ്യുകയാണ്. പക്ഷെ അത് ഗർണാച്ചോയുടെ കാലുകളിലേക്കാണ് വന്നുകൊണ്ടിരുന്നത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്തവണ. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് അഗെയിൻ വിക്കാരിയോ സേവ് ചെയ്യുന്നു. ഇത് നല്ല അറ്റംപ്റ്റ് ആയിരുന്നു. വിക്കാരിയോയുടെ ഗ്രേറ്റ് റിഫ്ലക്സാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ആ രീതിയിൽ 1-2 നല്ല ഓപ്പർച്യൂണിറ്റി പിന്നെയും ഗർണാച്ചോ കിട്ടിയിട്ടുണ്ടായിരുന്നു. 64ാമത്തെ മിനിറ്റിൽ സ്പേഴ്സ് ചേഞ്ചസ് വരുത്തുന്നു. മാഡിസനെയും ബർഗ്വാലിനെയും പിൻവലിക്കുന്നു. ജോൺസനെയും സാറിനെയും കൊണ്ടുവരുന്നു. ജോൺസനൊക്കെ തിരിച്ചു വന്നിട്ടുള്ളത് ബൂസ്റ്റാണ് നമ്മുടെ ആൻജേഴ്സും സംബന്ധിച്ചിടത്തോളം. മിഡ്ഫീൽഡിൽ ടഫ് സാറിനെ കൊണ്ടുവരുന്നു. പിന്നെയാണ് ഈ മസറാവിയുടെ ആ ഒരു ക്രോസൊക്കെ നമ്മൾ റൈറ്റ് ഹാഫ് സ്പേസിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതാണ് സേർക്സിയുടെ ഹെഡർ. ഈക്വലൈസർ അടിക്കേണ്ട സാധനമാണ്. അത് ഗോളാക്കേണ്ട തരത്തിലുള്ള സംഭവമാണ്. ടാർഗറ്റിലേക്ക് അടിച്ച ഗോളാണത്. പുറത്തേക്കാണ് ചങ്ങായി ഹെഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കസേക്കൊന്ന് വീണൊക്കെ നോക്കി ബോക്സിൽ ഫ്രീ എന്ന് പറഞ്ഞു, പെനാൽറ്റിക്കായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ലാതെ. ആ നിലയിലാണ് കാര്യങ്ങളുള്ളത്. പിന്നെ 78ാമതിൽ വീണ്ടും സ്പേഴ്സ് ചേഞ്ചസ് വരുത്താണ്. ഇപ്പോഴൊന്നും റുബൻ അമോറിം ചേഞ്ച് വരുത്തിയിട്ടില്ല. റുബൻ അമോറിം മത്സരത്തിന് ശേഷം പറഞ്ഞു വെച്ചാൽ നമ്മൾ ഗോളിനടുത്ത് വരുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ പിന്നെ തീരുമാനിക്കാതിരുന്നതെന്നുള്ളത്. ബെഞ്ചിൽ ഞാൻ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സാണുള്ളത്. പക്ഷേ സെക്കോക്കോനെയൊക്കെ ഉണ്ട്. ഈ കസമീറൊക്കെ ഓൾറെഡി യെല്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കസമീറോ
അവസാനം വരെ കളിച്ചു. ലാസ്റ്റ് 2 മിനിറ്റിന് 3 മിനിറ്റിനായിട്ടാണ് കോനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ യങ് പ്ലേയേഴ്സ് ഉണ്ട്. ആ സീനിലേക്ക് ഇറങ്ങിയിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വെമ്പലുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ചില പ്ലേയേഴ്സ് ഉണ്ടായിരിക്കാം ബെഞ്ചിൽ, അക്കാഡമി പ്ലേയേഴ്സ്. അവരെ ബെഞ്ചിലിരുത്താൻ പറ്റുമെങ്കിൽ ഒരു ഗോൾ ആവശ്യമുള്ള സിനാരിയോ ഞങ്ങളുടെ ഇറക്കി വിട് ചങ്ങായി, എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇവന്മാർ ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ ബെറ്ററായിട്ട് അവന്മാർ ചെയ്യുമായിരിക്കും. അപ്പോൾ ആ റിസ്ക് എടുക്കുക, ആ ഒരു ബ്രേവറി കാണിക്കുക. ആ ഒരു ബ്രേവറി കാണിക്കാതെ ഒന്നും നടക്കൂല ബായി. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചങ്ങായി ഒരൊറ്റ ചേഞ്ച് മത്സരം വരുത്തിയിട്ടുള്ളൂ. നമ്മുടെ ആൻജെ ആണെങ്കിൽ പ്ലേയേഴ്സിന് തിരിച്ച് കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷം അദ്ദേഹത്തിൻ്റെ ചേഞ്ചിലുണ്ടായിരുന്നു. അദ്ദേഹം ചേഞ്ചസ് കൃത്യമായിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. 78-ാം മിനിറ്റിൽ ഡാൻസോയും ബെൻറ്റോക്കോറിനും പിൻവലിച്ചിട്ട് ഗ്രേയും ബിസൂമയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോണനെയും അവസാനം വെച്ചിട്ട് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഒഡോബർട്ടിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ കുലസേഷ്കയുടെ ഒരു ഷോട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒനാന. അതിൽ നിന്നുള്ള കൗണ്ടറിൽ നിന്ന് യുണൈറ്റഡിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇത്തവണ നമ്മുടെ ഗർനാച്ചോ ഈ ചെങ്ങാനെ പിക്ക് ചെയ്തു. തൻ്റെ ലെഫ്റ്റിലൂടെ ഓവർലാപ്പിംഗ് റൺ നടത്തിയുള്ള ഡോർഗുനെ പിക്ക് ചെയ്യുന്നു. ഡോർഗുൻ്റെ പാസ്, ഫസ്റ്റ് ടൈം പാസ് പിന്നെ ഹോയിലുണ്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനാരിയോയിൽ സ്പെൻസിൻ്റെ ടാക്കിൾ, ഹോയിലുണ്ടിൻ്റെ ഷോട്ട് അദ്ദേഹം ബ്ലോക്ക് ചെയ്തുള്ള രീതി ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു. സ്പെൻസ് ഹാഡ് എ ഗ്രേറ്റ് ഗെയിം, ഫാൻറ്റാസ്റ്റിക് ഗെയിം. ഡോർഗു ജസ്റ്റ് ഓക്കെ ആയിരുന്നു. അഗെയിൻ അദ്ദേഹത്തിൻ്റെ റണ്ണുകൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യായിരുന്നു ഗർനാച്ചോ മത്സരത്തിലുടനീളം. പിന്നെ കോർണർ എന്നുള്ളൊരു കസമീറോടെ ഒരു ഹെഡർ, ഇത്തരത്തിൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ മത്സരത്തിൽ. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, അത്ര ടോപ്പായിട്ടില്ല അവർ കളിച്ചില്ല. പക്ഷെ അത്ര ടോപ്പായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ, ഈ യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ. അതാണ് ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നു. പക്ഷേ ഓൾ ഓവർ ദ പ്ലേസ് ആയിരുന്നെങ്കിലും യുണൈറ്റഡ് സ്റ്റിൽ മത്സരത്തിലൊരു സമനിലയെങ്കിലും നേടാനുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺവേർട്ട് ചെയ്യാൻ പറ്റണ്ടേ, കൺവേർട്ട് ചെയ്യാൻ അറിയണ്ടേ, എന്താ പിന്നെ ചെയ്യുക? അതാണ് യുണൈറ്റഡിൻ്റെ നിലവിലത്തെ അവസ്ഥ. അപ്പോൾ റുബൻ അമോറിമിൻ്റെ ഗെയിം പ്ലാനിൽ പ്രശ്നമുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ലാക്ക് ഓഫ് ബ്രേവറി നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻജെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബെഞ്ചിന് യൂസ് ചെയ്തു. ആ ഒരു എനർജി അവസാനം ഈ സബ് പ്ലേയേഴ്സിൽ നിന്ന് അദ്ദേഹത്തിന് പിന്നെ യൂസ്ഫുൾ ആകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 105 ദിവസങ്ങളായിട്ട് ഹോമിൽ ഒരു പ്രീമിയർ ലീഗ് വിജയം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നില്ല. യുണൈറ്റഡ് അങ്ങോട്ടേക്ക് വരുന്നു, അതവർക്ക് കിട്ടി. പിന്നെ മറ്റൊരു ഡെവസ്റ്റേറ്റിംഗ് സ്റ്റാറ്റ് ഞാൻ പറയാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ജയൻറ്റ് ക്ലബ്ബ് ഇതിന് മുമ്പ് 25 ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ 12 അല്ലെങ്കിൽ അതിലധികമോ മത്സരങ്ങൾ പരാജയപ്പെട്ടുള്ളൊരു സീസൺ എന്ന് പറഞ്ഞാൽ അത് 1973-74 സീസണാണ്. അന്ന് 25 മത്സരം കഴിയുമ്പോൾ 13 മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സീസണിൽ യുണൈറ്റഡ് റെലഗേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണ യുണൈറ്റഡ് റെലഗേറ്റ് ആയി പോകുമോ? അങ്ങനത്തെ ഒരു ചോദ്യം തന്നെ എയറിലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ചോദ്യമാണ്. അതൊരു എംബാരസിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ യുണൈറ്റഡ് റെലഗേറ്റ് ആവില്ല. കാരണം വെച്ചാൽ യുണൈറ്റഡിനേക്കാൾ വേഴ്സായിട്ട് കളിക്കുന്ന സൈഡുകൾ പ്രീമിയർ ലീഗിലുണ്ട് ഈ സീസണിൽ. യുണൈറ്റഡിൻ്റെ അത്ര ഹിസ്റ്ററി ഇല്ലാത്ത, യുണൈറ്റഡിൻ്റെ അത്ര പോലും സ്ക്വാഡ് സ്ട്രെങ്ത് ഇല്ലാത്ത സൈഡുകൾ പ്രീമിയർ ലീഗിലുണ്ട്. ഇപ്സ്വിച്ച് ആണെങ്കിലും, സൗത്താംപ്ടൺ ആണെങ്കിലും, ലെസ്റ്റർ സിറ്റി ആണെങ്കിലും, ഈവൻ വൂൾസ് ആണെങ്കിലും, ഇവരൊക്കെ ആ ഒരു റിലഗേഷൻ ബാറ്റിലൊരു സൈഡാണ്. ശരിക്കും റിലഗേഷൻ ബാറ്റിലൊരു സൈഡാണ്. യുണൈറ്റഡ് അത്തരത്തിൽ റിലഗേറ്റായി പോകാനുള്ളൊരു സാധ്യതയില്ല. ഇത് പറയാൻ തന്നെ എനിക്ക് ഒരു മടിയുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് 40 പോയിൻറ്റ്സ് എന്നുള്ള ഒരു മാജിക് നമ്പറിലേക്ക് എത്തിയാൽ മതി. ആലോചിച്ച് നോക്കി, അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യുണൈറ്റഡ് സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഫോക്കസ് യൂറോപ്പ ലീഗിലേക്ക്, അതുപോലെ തന്നെ FA കപ്പിലേക്കൊക്കെ മാറ്റേണ്ട സമയമാണ്. സീസൺ റൈറ്റ് ഓഫ് ആണ്, ലീഗ് വൈസ് ഒരു റൈറ്റ് ഓഫ് ആണ്. പക്ഷേ സ്റ്റിൽ ആ ഒരു 40 പോയിൻറ്റ്സ് എന്നുള്ള ആ ഒരു മാർക്കിലേക്ക് എത്തണം. അടുത്ത മത്സരം എവർട്ടൺ എവെയാണ്. അഗെയിൻ ടഫ് ഫിക്സറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലീഗിലെ ഫോമൊന്നും കപ്പിലെ ഫോം വേറൊന്നും ആക്കി മാറ്റാനൊന്നും പറ്റില്ല. അതൊന്നും എളുപ്പമുള്ള സംഭവമല്ല. ഇതിങ്ങനെ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്വിച്ചിട്ട് ഓണാക്കി ഓഫാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമല്ലല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അമാദിനെയൊക്കെ പോലുള്ള പ്ലെയറിനെ പോലും ഇഞ്ചുറിയിൽ നഷ്ടപ്പെട്ടുള്ള സിനാരിയോയിൽ ഇപ്പോൾ റാഷ്ഫോർഡൊക്കെ അവിടെ നിന്ന് പോയിട്ടുണ്ട്. സ്പേഴ്സിനെ സംബന്ധിച്ചോളം ഹ്യൂജ് വിക്ടറി. അവരുടെ മൊറാൽ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള തരത്തിലൊരു വിക്ടറിയാണ്. ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് വിജയങ്ങൾ കരസ്ഥമാക്കിയിരിക്കുകയാണ് യുണൈറ്റഡ്. അവസാനത്തെ 14 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ, അതായത് റുബൻ അമോറിം വന്നതിന് ശേഷം 14 പോയിൻറ്റ്സ് മാത്രം എന്ന് പറഞ്ഞാൽ അതൊരു റിഡിക്കുലസ് സംഭവം തന്നെയാണ്. എന്തായാലും ആളുടെ സിസ്റ്റത്തിൽ നിന്ന് മാറി ചിന്തിക്കില്ല എന്നുള്ളത് ഇപ്പോൾ ഓൾറെഡി ഉറപ്പ് പറഞ്ഞുള്ളൊരു കാര്യമാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സ് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡാൻസൊക്കെ ഒരു പ്രോമിസിങ് ഡിഫൻഡറായിട്ട് തോന്നുന്നുണ്ട്. നല്ലൊരു സൈനിങ്ങാണ് അവർ നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സ്പെൻസിൻ്റെ പെർഫോമൻസ് സ്റ്റെല്ലാർ പെർഫോമൻസ് ആയിരുന്നു. അതേപോലെ ഉഡോഗിയൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എവർട്ടനെതിരെയുള്ള മത്സരം ഗുഡിസൺ പാർക്കിലെ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ആഴ്ചയിലെ പ്രീമിയർ ലീഗ് മത്സരം യുണൈറ്റഡിൻ്റേത് ഡേവിഡ് മോയ്സിൻ്റെ എവർട്ടനെതിരെയാണ്. അതൊരു രസകരമായിട്ടുള്ള മത്സരമായിരിക്കും. സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്സ്വിച്ച് എവെയാണ്. ഇപ്സ്വിച്ച് എവേ സ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 3 ബാക്ക് ടു ബാക്ക് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വിജയിക്കാനുള്ള ഒരു അവസരമാണ്. പക്ഷേ അഗെയിൻ ഇപ്സ്വിച്ച് റെലഗേഷൻ ബാറ്റിലുള്ള സൈഡാണ്. കാര്യങ്ങൾ എളുപ്പമായിരിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. മറ്റേ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.